Dear students, welcome all of you once again to English language teaching classes. In this series of videos, we are watching and listening to various parts of the paper English language teaching, which is a compulsory paper for semester 5 BA English and Communication, University of Kerala. This video is going to be part 3 on the module Theories of Second Language Acquisition. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പേപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലെ മൊഡ്യൂൾ നമ്പർ 2-ലെ തിയറീസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഇത് മൂന്നാമത്തെ പാർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ മൂന്നാം പാർട്ട് കാണുന്നതിന് മുമ്പ് പുറകോട്ട് പോയി 1ഉം 2ഉം പാർട്ടുകൾ കാണുക. So in the previous video we studied about a behavioristic approach on teaching English language as a second language. English ഭാഷ ഒരു രണ്ടാം ഭാഷയായി എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും എന്നുള്ള അപ്രോച്ചിൽ നമ്മൾ ആദ്യമായിട്ട് ബിഹേവിയറലിസ്റ്റ് അപ്രോച്ചാണ് കണ്ടത്. So we have analyzed what about the behavioral approach on teaching English as a second language. So നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഹേവിയറലിസ്റ്റ് അപ്രോച്ച് അതൊരു ആദിമ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമീപനമാണ്. ഈ ഒരു സമീപനം ബിഹേവിയറലിസ്റ്റിക് സൈക്കോളജി ഓർ ബിഹേവിയറലിസ്റ്റ് സൈക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായം അനുസരിച്ചുള്ളതാണ്. So now we are going to analyze another psychological theory on which English language can be taught as a second language. So according to behavioralistic approach, language development is a habit formation. Behavioralist approach അനുസരിച്ച് ഭാഷ ആർജിച്ചെടുക്കുന്നത്, ഭാഷ പഠിക്കുന്നത് ഒരു സ്വഭാവമായിട്ടാണ്. സോ അക്കോർഡിംഗ് ടു ദം ലാംഗ്വേജ് ഈസ് എ ഹാബിറ്റ്. ആൻഡ് ഓൾസോ വെൻ someone learns L2, so the L2 is always influenced by the habits of L1. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന നമ്മളെ എപ്പോഴും സ്വാധീനിക്കുന്നത് നമ്മൾ L1 ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് പഠിച്ച രീതികൾ, ആ ഭാഷയുടെ സ്വാധീനം എപ്പോഴും L2 ലേണിങ്ങിനെ സ്വാധീനിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഹാബിറ്റ്സ്, ഭാഷാ പഠന സ്വഭാവം അത് രൂപീകരിക്കപ്പെടേണ്ടതാണ്. അത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന, ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം അല്ലെങ്കിൽ ആ സ്വഭാവ രൂപീകരണം ആ പഠനത്തെ വളരെയധികം സ്വാധീനിക്കുന്നുവെന്നാണ് ബിഹേവിയറലിസ്റ്റിക് സൈക്കോളജി പറയുന്നത്. നൗ we are going to analyze another psychological theory, that is cognitive theory, which was a new psychological approach. Cognitive psychology. So what does cognitive psychology tell about second language learning? നമ്മൾ ഇപ്പോൾ നോക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന വിദ്യാർത്ഥി എങ്ങനെയാണ് ആ വ്യക്തിയുടെ ലേണിംഗ് രൂപീകൃതമാകുന്നത്, ലേണിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. So cognition, so word cognition, so what is its meaning? Cognition means brain activity or the activity that happens within the brain. ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ചിന് ശേഷം അല്ലെങ്കിൽ ബിഹേവിയറലിസ്റ്റിക് സൈക്കോളജിക്ക് ശേഷം കടന്നു വന്ന ഒരു മനഃശാസ്ത്ര സമീപനമാണ് കോഗ്നിറ്റീവ് സ്കൂൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി. സോ
Cognitive psychologists tend to see second language acquisition as the building up of knowledge systems that can eventually be called as automatically for speaking and understanding. Once again, cognitive psychologists tend to see second language acquisition as the building up of knowledge systems that can eventually be called automatically for speaking and understanding. So, just I have told you, cognitive psychologists, they emphasize the process that is going on within the brain. So, building up of knowledge systems. So, acquisition is the building up of knowledge systems. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഭാഷ നമ്മൾ പോലും അറിയാതെ ഒരു വ്യക്തി തിരിച്ചറിയാൻ പോലും ഒക്കാതെ അയാളുടെ ഉള്ളിൽ നടക്കുന്ന, തലച്ചോറിൽ നടക്കുന്ന ഭാഷാ പഠനത്തോട് ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റികളുണ്ട്. സോ അത്തരം ആക്ടിവിറ്റികൾ വളരെ പ്രാധാന്യമുള്ളതെന്നാണ് കോഗ്നിറ്റീവ് സ്കൂൾ കണ്ടത്. So, according to cognitive school, language learning is an automatic process. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അതാണ് ഭാഷാ പഠനത്തെ സഹായിക്കുന്നത് എന്നാണ് കോഗ്നിറ്റീവ് സ്കൂൾ മനസ്സിലാക്കിയത്. So at first, learners have to pay attention to any aspect of the language which they are trying to understand or produce. ഭാഷ പഠിക്കുമ്പോൾ ഭാഷയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ശ്രദ്ധ പഠിതാവ് നൽകണമെന്നാണ് കോഗ്നിറ്റീവ് സ്കൂൾ പറയുന്നത്. Gradually, through the experience and practice, learners become able to use certain parts of the knowledge so quickly and automatically that they are not even aware that they are doing it. See, for example, we learn driving. നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു. ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പോലും അറിയാതെ ആർജിച്ചെടുക്കുന്ന, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സുണ്ട്. സോ അത് വളരെ പ്രാധാന്യമേറിയതാണ്. സോ വി cannot learn driving in a single day. It's an activity that we need to practice. Our brain has to learn it. Our brain has to adjust with the process.